എല്ലാവർക്കും നമസ്കാരം. നിഫ്റ്റി അതിൻ്റെ ആൾ ടൈം ഹൈ ഇന്നലെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പിന്നീട് അവിടുന്ന് ഒരു ഹ്യൂജ് സെല്ലിംഗ് ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, പ്രോഫിറ്റ് ബുക്കിങ്ങും, എവർ ടൈം ഹൈയിൽ നിന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും. രണ്ടാമത്, നമ്മുടെ രാജ്യത്ത് കൊറോണ കേസുകൾ അധികരിക്കുന്ന ഒരു സെൻറ്റിമെൻറ്റ്സും. ആ രണ്ട് കാരണങ്ങൾ കൊണ്ടായിരിക്കണം താഴത്തേക്ക് വന്നത്. ഇന്നും അതിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് താഴത്തേക്ക് തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. ഏതായിരുന്നാലും 21,101 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 21,070 ഇമ്പോർട്ടൻ്റ് ലെവലാണ്. ആ ലെവലിന് താഴെ ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് നേരത്തെ നടന്നതാണ്. അതുകൊണ്ട് ആ ഒരു ലെവലിൽ സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നടക്കുന്നതെങ്കിൽ 21,120 21,070 ഉള്ളിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം പിന്നീട് താഴത്തേക്ക് വരികയാണെങ്കിൽ 21,070 താഴെ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 21,100 പുട്ട് സൈഡ് എടുത്ത് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്ത് നമുക്ക് പോകാം. ബിഗിനേഴ്സൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അങ്ങനെ സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ഫോം ആവുകയാണെങ്കിൽ 21,100 നിന്ന് താഴെ 21,070 ഒരു ക്യാൻഡിൽ ഫോം ആവുകയാണെങ്കിൽ ഒരിക്കലും അവിടെ വെച്ച് പുട്ട് സൈഡ് പോകരുത്. കാരണം ഇവിടെ നിന്നും തിരിച്ച് റീട്രേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്താൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവും. അതുകൊണ്ട് 21,000 താഴെ 5 മിനിറ്റ് ക്യാൻഡിൽ ശ്രദ്ധിച്ച് സസ്റ്റെയിൻ ആവുകയാണെങ്കിൽ 21,100 സൈഡ് എടുത്തുകൊണ്ട് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്ത് താഴോട്ട് പോകാം. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്ട്രോങ് സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. നിഫ്റ്റിയുടെ പെർഫോമൻസ് പോലെ തന്നെയായിരുന്നു ബാങ്ക് നിഫ്റ്റിയും. ആൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് താഴത്തേക്ക് ഒരു ഹ്യൂജ് സെല്ലിംഗ് ആണ് നടന്നത്. ഇന്ന് ഇതൊന്ന് ശ്രദ്ധിക്കുക. ഈ ലെവൽ സ്ട്രോങ് സപ്പോർട്ടാണ്. ഇവിടെ നിന്ന് റീട്രേസ്മെന്റ് നടക്കാനും സാധ്യതയുണ്ട്. ഈ റേഞ്ചിൽ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് 47,200 താഴെ സപ്പോർട്ടിനെ വരച്ച് 47,200 താഴെ 5 മിനിറ്റ് ക്യാൻഡിൽ നോക്കുക. സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 47,300 പുട്ട് സൈഡ് താഴത്തേക്ക് വരാം. സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുക. നമുക്ക് ഇന്നലെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തവരുടെ പെർഫോമൻസ് നോക്കാം. ടെലിഗ്രാം ചാനലിൽ ഞങ്ങൾ ദിവസവും സജഷൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം തന്നെ പ്രോഫിറ്റിലാണ് ചെയ്തതിൽ മുഴുവൻ 10 എണ്ണം ചെയ്താൽ 9 എണ്ണം നമ്മൾ പ്രോഫിറ്റിലാണ് ബുക്ക് ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അത്യാവശ്യം മീറ്റിംഗ് കാര്യങ്ങളും തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് BTST കൊടുക്കാൻ കഴിഞ്ഞില്ല. അതേപോലെ തന്നെ ഓഫീസിലാണ് സിസ്റ്റം കാര്യങ്ങളും സെറ്റപ്പൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ മൊബൈലിൽ വീഡിയോ ചെയ്യാനുള്ള കാരണം. മിനിഞ്ഞാന്ന് കൊടുത്ത BTST നമ്മൾ 170 പോയിന്റ് ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത് LTTS ആണ് കൊടുത്തത്. പക്ഷെ അത് ആക്ടിവേറ്റ് ആയില്ല. കാരണം നമ്മൾ പറഞ്ഞ പ്രൈസ് റേഞ്ചിലേക്ക് വന്നില്ല. പിന്നീട് കൊടുത്തത് ബാങ്ക് നിഫ്റ്റി. പിന്നീട് പറഞ്ഞത് ബാങ്ക് നിഫ്റ്റി 48,300 പുട്ട് സൈഡ് ആയിരുന്നു. ആക്ടിവേറ്റ് ആയതിനു ശേഷം 30 പോയിന്റ് ടാർഗറ്റ് ഹിറ്റായി. ശേഷം 48,200 പുട്ട് സൈഡ് വീണ്ടും കൊടുത്തു. അതും നമുക്ക് നല്ലൊരു പ്രോഫിറ്റാണ് കിട്ടിയത്. പക്ഷെ നമ്മൾ 30 പോയിൻ്റാണ് അത് വെക്കാറുള്ളത്. ആദ്യ സമയങ്ങളിലൊക്കെ ഹൈലി വാളട്ടൈലായിരുന്നു ഇന്നലെ. പിന്നീട് JSW സ്റ്റീൽ സെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് ഏകദേശം 860 പറഞ്ഞത്. 858 എടുത്താൽ തന്നെ 839 വരെ പോയി. അത് നല്ലൊരു പ്രോഫിറ്റായിരുന്നു അതിലും നമുക്ക് കിട്ടിയത്. പിന്നെ 21,400 കാൾ ഓപ്ഷൻ നിഫ്റ്റി, അത് റിസ്കി ട്രേഡേഴ്സിനാണ് കൊടുത്തത്. അത് നമ്മൾ കണക്കിൽ പെടുത്തില്ല. കാരണം അത് കൺഫേം അല്ലാത്തതുകൊണ്ട് പ്രത്യേകം എഴുതിയാണ് കൊടുക്കാറുള്ളത് റിസ്കി ട്രേഡേഴ്സിന് എന്നുള്ളത്. അതുകൊണ്ട് അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ഓക്കെ ഗൈസ്, ഇന്നലെ അത്രേ കൊടുക്കാൻ പറ്റിയുള്ളൂ.